ഹലോ ഫ്രണ്ട്സ്, ലൈഫ് ചാപ്റ്റേഴ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു മഴയാത്ര നടത്താം. ഞാനും എൻ്റെ സഹോദരനും കുടുംബവും ഞങ്ങൾ നടത്തിയ ഒരു വൈകുന്നേരത്തെ ഡ്രൈവാണ് ഇന്ന് നമ്മളെല്ലാവരും കാണാൻ വേണ്ടി പോകുന്നത്. വലിയ നീണ്ട യാത്രയൊന്നുമല്ല, പക്ഷേ ആ യാത്രയുടെ പ്രത്യേകത നല്ല മഴയത്ത്, നല്ല കോടമഞ്ഞ് ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ പണ്ട് കണ്ടു മറന്ന വഴികളിലൂടെയും പണ്ട് നടന്നു തീർത്ത വഴികളിലൂടെയും ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നടത്തിയൊരു യാത്രയാണ്. ഞങ്ങൾ മാനന്തവാടിയിൽ നിന്നും ജെസ്സി എസ്റ്റേറ്റ് വഴി തലപ്പുഴ ചുങ്കം വരെ പോയൊരു യാത്രയാണ്. ചെറിയ യാത്രയാണ്, എന്നാൽ ഒരുപാട് ഓർമ്മകളിലേക്ക് ഉള്ളൊരു തിരിച്ചുപോക്കായിരുന്നു ആ യാത്ര. എല്ലാവരും കാണുമെന്നും അഭിപ്രായങ്ങൾ അറിയിക്കുമെന്നും ആഗ്രഹിക്കുന്നു. വെൽക്കം ടു ലൈഫ് ചാപ്റ്റേഴ്സ്. ഞങ്ങൾ ജെസ്സി എസ്റ്റേറ്റ് വഴി പിലാക്കാവ് എത്തി. പിലാക്കാവ് നിന്ന് ചിറക്കര വഴി തലപ്പുഴയ്ക്ക് പോകാനാണ് പ്ലാൻ. ഈ അടുത്തോട്ടുള്ള വഴി നമുക്ക് ചിറക്കര വഴി തലപ്പുഴയ്ക്ക് പോകാനുള്ളതാണ്. നേരെ കാണുന്ന വഴി നമുക്ക് പഞ്ചാരക്കുല്ലി പ്രിയദർശിനി എസ്റ്റേറ്റിലേക്കൊക്കെ പോകാനുള്ളതാണ്. നല്ല മഴ പെയ്തൊരു വൈകുന്നേരമായിരുന്നു അന്ന്. ഞങ്ങൾ അങ്ങനെ ചിറക്കര വഴി പോകാൻ തീരുമാനിച്ച് മുമ്പോട്ടേക്ക് പോയി. ഈ ഒരു ചെറിയ പോർഷൻ മാത്രം ഫോറസ്റ്റ് ഏരിയ ആണ്. ആ സമയത്തൊന്നും വന്യമൃഗങ്ങളുടെ ശല്യമൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഈ സമയത്തൊക്കെ, ഈ വർഷങ്ങളിലൊക്കെ ആന ശല്യമൊക്കെ ഉണ്ടെന്നൊക്കെ അവിടെ അടുത്ത് താമസിക്കുന്ന എൻ്റെ സുഹൃത്ത് പറഞ്ഞ് ഞാൻ അറിയുകയുണ്ടായി. ഈ ഒരു വളവ് തിരിഞ്ഞ് നമ്മൾ നേരെ എത്തുന്നത് ചിറക്കര എസ്റ്റേറ്റ് ഭാഗത്തേക്കാണ്. ഇവിടെ മുതൽ നമുക്ക് തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചയാണ്. വയനാട്ടിലെ ഏറ്റവും മനോഹരമായ തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞ ഒരു ഏരിയയാണ് തലപ്പുഴ, ചിറക്കര, ഈ ഭാഗങ്ങളൊക്കെ. പണ്ടൊക്കെ ഞങ്ങൾ താമസിക്കുന്ന സമയത്ത് ആസാം ബ്രൂക്കിൻ്റെ എസ്റ്റേറ്റ് ആയിരുന്നു ഇതൊക്കെ. ഇപ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും മഴ പെയ്ത് തുറന്നൊരു സായാഹ്നം ആയതുകൊണ്ട് തിരക്കുകളും ബഹളങ്ങളും ഒന്നുമില്ല. നല്ല കാറ്റും തണുപ്പും ഒക്കെ ചേർന്ന ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു ആ ഒരു യാത്രയ്ക്ക്. ഞങ്ങൾ കുറേ സമയം അവിടേക്ക് നിർത്തി ചിത്രങ്ങളൊക്കെ പകർത്തി ആ ഒരു കാലാവസ്ഥ ആസ്വദിച്ച് തന്നെയാണ് മുന്നോട്ടേക്ക് പോയത്. ഈ മഴയിലും കോടമഞ്ഞിലും ആ താഴെ കാണുന്ന ഗ്രൗണ്ടിൽ കുറേ ആൾക്കാർ ഫുട്ബോൾ കളിക്കുന്നുണ്ടായിരുന്നു. അത് നമുക്ക് തന്നൊരു ആവേശവും ഒരു കുളിരും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ആ ഒരു അറ്റ്മോസ്ഫിയറും ആ ഒരു സീനിക് ബ്യൂട്ടിയിലും ആ ഒരു ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാരോട് ശരിക്കും അസൂയ തോന്നിയെന്ന് തന്നെയാണ് പറയേണ്ടത്. മഴ അങ്ങനെ ഇടയ്ക്ക് വന്നും പോയിരുന്നു. ഒരുപാട് തവണ യാത്ര ചെയ്ത റൂട്ടാണെങ്കിലും ഓരോ തവണ ഇതുവഴി വരുമ്പോഴും നമുക്കൊരു പുതിയ ഫീലാണ്, ഒരു ഫ്രഷ്നെസ്സാണ്. അതെൻ്റെ ഒരു മാജിക് എനിക്ക് എന്താണെന്ന് ഇപ്പോഴും അറിയില്ല. അതുകൊണ്ട് വീണ്ടും 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 ഇതുവഴി ഞങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇനിയും ഒരുപാട് തവണ വരും. ഇന്നലെയും വന്നു, ഇന്നും വന്നു, നാളെയും വരും. അങ്ങനെ ഒരിക്കലും മടുക്കാത്ത റൂട്ടിൻ്റെ പട്ടികയിലുള്ള ഒരു സ്ഥലം തന്നെയാണിത്. എത്രയോ തവണ, എത്രയോ മഴക്കാലത്ത് എത്രയോ ഡ്രൈവുകൾ വന്നിരിക്കുന്നു. ഇന്നും ഒരു മടുപ്പുമില്ലാതെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഈ പാലം കടന്നാൽ നമ്മൾ ചിറക്കര എത്തി. ചിറക്കരയെ പറ്റിയുള്ള എൻ്റെ ആദ്യത്തെ ഓർമ്മ ഈ ഗ്രൗണ്ടും പിന്നെ എൻ്റെ സുഹൃത്ത് മഹേഷുമാണ്. അവൻ്റെ വീട്ടിലൊക്കെ വരുന്ന സമയത്ത് ഈ ഗ്രൗണ്ടിലൊക്കെ വന്നിട്ട് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് ഒരുപാട് തവണ. പിന്നെയുള്ളൊരു ഓർമ്മയെന്ന് പറയുന്നത് അനിയനെ പഠിപ്പിച്ച ടീച്ചർ ഉണ്ടായിരുന്നു ഇവിടെ, ഗിരിജ ടീച്ചർ. അവർ താമസിച്ചിരുന്നതും ഈ ചിറക്കരയിൽ തന്നെയായിരുന്നു. അങ്ങനെ ചിറക്കരയിലൊക്കെ ഇടയ്ക്ക് വന്നും പോയിരുന്നൊരു സമയം എൻ്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്നു. അന്നും ഇന്നും ആ ഒരു ഭംഗിക്ക് വലിയ കോട്ടമൊന്നും തട്ടിയിട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ മുമ്പോട്ട് പോയപ്പോഴാണ് കുറേ ബിൽഡിങ്ങുകളൊക്കെ അധികം വന്നിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലായത്. പണ്ടൊന്നും ഇങ്ങനെ വാർപ്പിട്ട വീടുകളുടെ ഒരു വലിയ നിരയൊന്നും ഈ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. തലപ്പുഴയിൽ നിന്ന് ഒരു 2-3 കിലോമീറ്റർ ദൂരെയാണിത്. ബട്ട് ഒരു തനി ഒരു ഗ്രാമീണ അന്തരീക്ഷം ഇപ്പോഴും എനിക്കവിടെ ഫീൽ ചെയ്തു, ഈ വീടുകളൊക്കെ വന്നെങ്കിൽ കൂടിയും. ഈ ഭാഗത്ത് കുറച്ച് താഴെയായിട്ടാണ് എൻ്റെ സുഹൃത്ത് റിജോ ഒക്കെ ആദ്യം താമസിച്ചിരുന്നത്. അവർ പിന്നീട് പിലാക്കാവിലേക്ക് മാറി. അവൻ ഇവിടെ താമസിച്ചിരുന്ന സമയത്ത് ഞങ്ങളിവിടെ വരികയും അവിടുന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ ഓർമ്മയാണ്. അന്ന് മുതലേ ഈ കാണുന്ന സ്ഥലങ്ങളുമായിട്ടൊക്കെ നമുക്ക് അത്രയും ബന്ധമുണ്ട്. ഈ ഇടത്തേക്ക് തിരിഞ്ഞ് നമ്മൾ പോകുന്നത് ആസാം ബ്രൂക്കിൻ്റെ തേയില ഫാക്ടറി നിൽക്കുന്ന വഴിയിലേക്കാണ്. അവിടുന്ന് നമ്മൾ നേരെ പോയിരുന്നെങ്കിൽ നമുക്ക് നേരെ തലപ്പുഴ എത്താമായിരുന്നു. പക്ഷേ ഈ വഴിയിലേ പോകാനാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു ഡ്രൈവും ഈ ഒരു റോഡും ഒക്കെ ഒരുപാട് തവണ നമ്മൾ വന്നിട്ടുള്ളതാണ്. വണ്ടി ഉള്ളപ്പോഴും വണ്ടി ഇല്ലാത്തപ്പോഴും ഒക്കെ നടന്നും അങ്ങനെ എന്താ പറയുക, സൈക്കിളിലും ഒക്കെ ഒരുപാട് തവണ വന്നിട്ടുള്ള വഴിയാണിതൊക്കെ.
മഴക്കാലത്താണ് ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് ഈ പ്രദേശം തോന്നിയിട്ടുള്ളത്. നമുക്ക് കാണാൻ ദൂരെ ആസംബ്രൂക്ക് തേയില എസ്റ്റേറ്റ്. ഇപ്പോൾ അത് വർക്കിംഗ് അല്ലാന്ന് എനിക്ക് തോന്നുന്നു. മുമ്പൊക്കെ നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്ന സമയത്ത് നമ്മളുടെ ഒരു സ്ഥിരം ഡെസ്റ്റിനേഷനായിരുന്നു ഈ ഫാക്ടറിയും അവിടുത്തെ തേയില ഉണ്ടാക്കുന്ന പ്രോസസ്സും ഒക്കെ കാണിച്ചു കൊടുക്കൽ. നമുക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒരുപാട് തവണ അവിടെ പോകാനും അവിടുത്തെ വർക്കിംഗ് രീതികളൊക്കെ കാണാനുമുള്ള ഒരു അവസരം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴേക്കും കോടമഞ്ഞ് ശരിക്കും ഇറങ്ങിത്തുടങ്ങി എസ്റ്റേറ്റുകളിലേക്ക്. ഞങ്ങളങ്ങനെ പതുക്കെ തലപ്പുഴയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. തലപ്പുഴയെപ്പറ്റി പറഞ്ഞാൽ ഒരു എപ്പിസോഡിലൊന്നും തീർക്കാൻ പറ്റുന്ന ഓർമ്മകളല്ല ഉള്ളത്. ഒരുപാട് സൗഹൃദങ്ങളും ഒരുപാട് ഓർമ്മകളും ഒരുപാട് എന്താ പറയുക നഷ്ടപ്പെടലുകളും ഒക്കെ ഉള്ളൊരു സ്ഥലം തന്നെയാണ് തലപ്പുഴ. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ലൊക്കേഷനായിരുന്നു തലപ്പുഴ ഒരു സമയത്ത്. ഇന്നും അത് തന്നെ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട സ്ഥലം തന്നെയാണ്. ഞങ്ങളെന്ന് പറയുന്നത് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ആ സമയത്ത് അവിടെ ഒരുമിച്ച് പഠിച്ചിരുന്ന കുറച്ച് സുഹൃത്തുക്കൾ വളരെ സ്നേഹത്തോടെ മനസ്സിൽ ചേർത്ത് വെക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് തലപ്പുഴ. തലപ്പുഴയിൽ ഞങ്ങൾ പഠിച്ച UP സ്കൂളും അതിനോടനുബന്ധിച്ച ഓർമ്മകളൊക്കെ ആ ഒരു സമയത്ത് നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകും. തലപ്പുഴ ഇന്ന് പഴയ തലപ്പുഴയല്ല, ഒരുപാട് വലുതായിക്കൊണ്ടേ ഇരിക്കുകയാണ്. വളർന്ന് ഏകദേശം നമ്മുടെ സ്കൂളിൻ്റെ അടുത്ത് വരെ തന്നെ ടൗൺഷിപ്പ് എത്തിയിട്ടുണ്ട്. പണ്ട് ഇവിടെയൊന്നും ഇങ്ങനെ അല്ലായിരുന്നു. വളരെ കുറച്ച് ബിൽഡിങ്ങുകൾ മാത്രമുള്ള ഒരു സ്ഥലമായിരുന്നു തലപ്പുഴ എന്ന് പറയുന്നത്. ഇപ്പോൾ തലപ്പുഴ ഒരുപാട് വളർന്നു പോയിരിക്കുന്നു. കാണുമ്പോൾ സന്തോഷമുണ്ട്, പക്ഷേ ആ സന്തോഷത്തിൻ്റെയൊക്കെ പുറകിൽ ഒരുപാട് മുഖങ്ങളുടെ ഇല്ലായ്മ നമുക്ക് വിഷമമുണ്ടാക്കും. ഒരുപാട് ആൾക്കാരെ പറ്റി എനിക്ക് പരാമർശിക്കണമെന്നുണ്ട്, പക്ഷേ അത് വേറൊരു വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് ചെയ്യാം. ഈ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് നഷ്ടപ്പെട്ട മുഖങ്ങളെപ്പറ്റി ഓർക്കാതെ ഒരിക്കൽ പോലും തലപ്പുഴയിലൂടെ കടന്നു പോകാൻ പറ്റാറില്ല. അങ്ങനെ നമ്മൾ ചുങ്കത്തേക്ക് എത്തി. ചുങ്കത്ത് ഞാൻ ആദ്യമായിട്ട് വരുന്നത് 94-ലാണ്. അന്ന് ചുങ്കം ഇങ്ങനെ ആയിരുന്നില്ല. അതിപ്പോൾ കാണിച്ചു തരാനുള്ള ഒരു ഫോട്ടോയോ ഒന്നും എൻ്റെ കയ്യിലൊട്ടില്ലതാനും. ചുങ്കത്തൊന്ന് ആകെ ഉണ്ടായിരുന്നത് ഈ കയറുന്ന സ്ഥലത്ത് കുട്ടിച്ചേട്ടൻ്റെ കുറേ പീടിക മുറികളുണ്ടായിരുന്നു. പിന്നെ മുരളിയേട്ടൻ്റെ ഒരു ചെറിയ കടയുണ്ടായിരുന്നു. പിന്നെ ഈ ഭാഗത്തൊന്നും വീടുകളേ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഫുള്ള് നമ്മുടെ എന്താ പറയുക കുറേ ചെടികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതൊക്കെ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ വീട് തന്നെയാണ്. ഈ കാണുന്നതാണ് ഈ ചെറിയ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചത്. എത്രയും ഒരുപാട് ഓർമ്മകളുള്ളൊരു വീടാണത്. ഒരിക്കലും ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ പറ്റാത്ത കുറച്ച് വർഷങ്ങളാണ് ആ വീട്ടിൽ ഞങ്ങൾ ജീവിച്ചത്. ഞങ്ങൾ വെറുതെ ഗ്രൗണ്ടിലൂടെയൊക്കെ ക്രോസ് ചെയ്തു, മേലെ സ്കൂളിൻ്റെ മുകളിൽ അടുത്ത് വരേക്കൊന്ന് ഡ്രൈവ് ചെയ്തു. പതുക്കെ കുറച്ച് സമയമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു. നമ്മൾ തലപ്പുഴ ഗവൺമെൻറ് ഹൈസ്കൂളാണിത്, ഇപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങി ആ ഒരു ഗ്രൗണ്ടിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഇറങ്ങി. ഈ ഗ്രൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാലത്ത് നമ്മളുടെ എന്താ പറയുക എല്ലാമായിരുന്നൊരു ഗ്രൗണ്ടാണ്. ഞങ്ങളിലൊക്കെ സച്ചിൻ ടെണ്ടുൽക്കറേയും സൗരവ് ഗാംഗുലിയെയും രാഹുൽ ദ്രാവിഡിനെയും ഒക്കെ പുറത്തെടുത്തിരുന്ന ഒരു സ്ഥലം കൂടിയാണ് ആ ഗ്രൗണ്ട്. ഞങ്ങൾ അത് കഴിഞ്ഞ് കുറച്ചും കൂടെ മുമ്പോട്ടേക്ക് പോയി. ഇവിടേക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു, ഒരുപാട് വീടുകൾ വന്നു. നമുക്ക് പരിചയമുള്ള ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടെ ഇപ്പോഴും ഉണ്ട്. ഒരുപാട് വർഷമായി ഇവിടുന്ന് മാറിയെങ്കിലും ഈ ഒരു പ്രദേശമായിട്ടുള്ള ബന്ധം ഇന്നും അതേപോലെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരും. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് മുമ്പോട്ട് പോയ വണ്ടിയൊക്കെ ഒതുക്കി പതുക്കെ ഒന്ന് നടക്കാൻ തീരുമാനിച്ചു. ഇവിടെ ചെറിയൊരു അണക്കെട്ട് പോലെയൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇത് പണ്ട് മുതലേ ഉള്ളതാണ്. അപ്പം മഴ പെയ്തുകൊണ്ടായിരിക്കണം പുഴയൊക്കെ നന്നായിട്ട് കലങ്ങിയിട്ടാണ് ഒഴുകുന്നത്. പുഴയെപ്പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് ഈ പുഴയിലാണ് ഞാൻ നീന്തൽ പഠിച്ചത്. അങ്ങനെ കുറച്ചും കൂടെ മുമ്പോട്ട് പോയി ഈ ഒരു ഹിഡൻ ജം ഈ ഒരു ഫോറസ്റ്റിൻ്റെ സൈഡിൽ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഗ്രൗണ്ട് കാണുന്നത്. അവിടെ പോയി നിന്നപ്പോഴാണ് ഇവർ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇടയ്ക്ക് ഈ ഗ്രൗണ്ടിൻ്റെ സൈഡിലായിട്ട് ആന വന്ന് നിൽക്കാറുണ്ട്. പക്ഷേ ആനയ്ക്ക് ഇവരൊരു ശല്യമോ ആന ഇവർക്കൊരു ശല്യമോ ആവാതെ ഇവർ പിന്നെയും കളിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് പറഞ്ഞത്. അതൊക്കെ എനിക്ക് ആ ഒരു പുതിയ അറിവായിരുന്നു. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവരുടെ മഴയത്തുള്ള ഫുട്ബോൾ കളിയൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ പതുക്കെ തിരിച്ച് നടന്നു. ഇനിയിപ്പോൾ എന്തായാലും ആ പുഴയിൽ ഇറങ്ങി കാലും മുഖമൊക്കെ ഒന്ന് കഴുകി. ഇപ്പോൾ എന്തായാലും കുളിക്കാനുള്ളൊരു സെറ്റപ്പായിട്ടൊന്നല്ല വന്നത്. പിന്നെ നല്ല തണുപ്പും മഴയുണ്ട്, അതുകൊണ്ട് കുളിയൊന്നും നടക്കില്ല. വീണ്ടും ഒരിക്കൽ കാണാമെന്ന് പുഴയോടൊക്കെ യാത്ര പറഞ്ഞ് തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണുക, ആസ്വദിക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.